ഗാന്ധി പത്രമെടുത്ത് വായിച്ചപ്പോൾ തമിഴ്നാട്ടില് വെടിക്കെട്ട അപകടത്തില് 23 പേർ മരണപ്പെട്ട വാർത്ത വായിച്ചിരുന്നു. അത് കഴിഞ്ഞത് 2 ദിവസം കഴിഞ്ഞപ്പോ ഈ നമ്മുടെ തൃശ്ശൂരില് 15 പേരാണ് അപകടത്തിൽ മരിച്ചത്, വെടിക്കെട്ട അപകടത്തിൽ. നമ്മള് ഈ ശ്രീനാരായണ ഗുരുദേവൻ കരിയും കരിമരുന്നും നമുക്ക് വേണ്ട എന്ന് ഉപദേശിച്ച കാര്യം ഓർമ്മയിലാണ്. അത് അന്നേ അദ്ദേഹത്തിന് അതിന്റെ അപകടങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ നമുക്കതൊന്നും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇനി ഒരു നിമിഷം ഇത് വൈകുന്നത് നമ്മൾ കണ്ടല്ലോ അതിലത്തെ വീഡിയോകള്. അതില് ഇത് പടക്ക നിർമ്മാണത്തിന് എല്ലാവരും വട്ടം കൂടി ഇരുന്നിട്ട് സന്തോഷത്തോടു കൂടിയിട്ടാണ് അവരിതിന്റെ അപകടം അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നറിയില്ല. കരിമരുന്നുകൾ കയ്യിലിങ്ങനെ എടുത്ത് തിരുമുന്നു, അതിന്റെ തിരിയുണ്ടാക്കുന്നു, വട്ടം കൂടി ഇരുന്ന് അതിന്റെ ചുറ്റും കരിമരുന്നുകളുടെ നടുവിലാണ് ഇരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ല. നമുക്കിപ്പോ ഒരു ചെറിയൊരു ഹോട്ടല്, ഒരു റെസ്റ്റോറന്റ് തുടങ്ങണമെങ്കിൽ എന്തെല്ലാം കടലാസുകൾ നമുക്ക് വേണം. ഒരു ചെറിയൊരു ബിൽഡിംഗ് പണിയണമെങ്കിൽ നമുക്ക് ഫയറിന്റെ NOC വേണം. ആ ഫയറിന്റെ NOC, ഇനീഷ്യൽ NOC വേണം, ഫൈനൽ NOC വേണം. ഈ ഫൈനൽ NOC കിട്ടണമെങ്കിൽ നമുക്ക് അതിൽ സ്പ്രിംഗ്ലർ വെക്കണം, ഫയർ ടാങ്ക് വെക്കണം, ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള ശേഷി ഉണ്ടാവണം, അതിന്റെ മോട്ടർ വേണം. അങ്ങനെ നിരവധി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുള്ള സിസ്റ്റങ്ങളൊക്കെ വെച്ചാൽ മാത്രമേ ഫയറിന് അനുമതി കിട്ടുള്ളൂ. പക്ഷെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഏത് നിമിഷവും വൻ സ്ഫോടനങ്ങൾ സംഭവിക്കാവുന്ന ഇത്തരത്തിലുള്ള പടക്ക നിർമ്മാണശാലയ്ക്ക് ഇതൊന്നും ആവശ്യമില്ല. അപ്പോ ഇത് കർശനമായ രീതിയിൽ സർക്കാരിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, കേന്ദ്ര സംസ്ഥാന സർക്കാരിനോട് നമുക്ക് എല്ലാവർക്കും കൂടി അഭ്യർത്ഥിക്കാം. ഇനി നമുക്ക് ഒരു വെടിക്കെട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ വെടിക്കെട്ട് നിർമ്മാണശാലകൾ നിർമ്മിക്കാമെങ്കിൽ മാത്രമേ വെടിക്കെട്ട് നടത്തേണ്ടതുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് അതുവരെ ഈ വെടിക്കെട്ട് നമുക്ക് നിർത്തിവെക്കാം. അതിന് എന്താ പറയാ, പൂരപ്രേമികളും നിരവധി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിനൊരു തീരുമാനം എടുക്കണം. ഞാൻ ഇവിടെ മെഡിക്കൽ കോളേജിൽ ഈ അപകടം ഉണ്ടായപ്പോ പോയിരുന്നു, മോർച്ചറിയിൽ പോയിരുന്നു. അവിടെ ടേബിളിന് മൃതശരീരങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടു. കത്തിക്കരിഞ്ഞ, തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞ മൃതശരീരങ്ങൾ ബോഡി പാർട്സുകളായിട്ട് കൊണ്ടുവന്ന്, ശരീരമല്ലാതെ പാർട്സുകളായിട്ട് കൊണ്ടുവന്ന് മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങൾ. ഇതൊക്കെ കണ്ടാൽ നമുക്ക് തോന്നും, എന്തിനാണ് ഈ 5-10 മിനിറ്റോ നേരത്തെ ആസ്വാദനം നമുക്ക് എന്തിനാണ് ഇത്രയും അപകടകരമായിട്ടുള്ള രീതിയിൽ ഇത് നിർമ്മിച്ചിട്ട് നമുക്കിതുകൊണ്ട് എന്ത് ആസ്വാദനമാണ് കിട്ടുന്നത്? നമുക്ക് വേറെയും പല വഴികളുണ്ടല്ലോ ആസ്വദിക്കാനായിട്ട്. നമ്മൾ വിദേശ രാജ്യങ്ങളിലോ ദുബായിലോ സിംഗപ്പൂരോ സിഡ്നിയിലോ ഒക്കെ കാണുന്നില്ലേ? ഇപ്പൊ ന്യൂ ഇയർ പാർട്ടികളൊക്കെ, ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് നിരവധി ആഘോഷങ്ങൾ പലയിടത്തും കാണുന്നുണ്ട്. അവിടെയൊക്കെ ലേസർ ഷോകള്, പുതിയ ലൈറ്റ് കൊണ്ടുള്ള നമ്മുടെ വെടിക്കെട്ടിനെ വെല്ലുന്ന തരത്തിലുള്ള നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. അത്തരത്തിലുള്ള സംഗതികളൊക്കെ നമുക്ക് ഇവിടെ നടപ്പിലാക്കാലോ. ഇങ്ങനെ വളരെ പ്രാകൃതമായിട്ടുള്ള രീതിയിലുള്ള ഈ പടക്ക നിർമ്മാണവും അതിന്റെ അപകടങ്ങളും ഒക്കെ നമുക്ക് ഒഴിവാക്കിക്കൂടെ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയും. നമുക്ക് എല്ലാവർക്കും ഇതില് യോജിച്ച് പ്രവർത്തിക്കണം. ഇത്തരം അപകടങ്ങൾ ഈ നമ്മുടെ ഇന്ത്യയിൽ എന്നല്ല, ലോകത്തിൽ എവിടെ നടക്കാൻ പാടില്ല. ഇന്ത്യയിൽ മാത്രമേ നടന്നു കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യയിൽ എന്ന് പറയുന്നത്.